മനോഹരമായ ഒരു പ്രഭാതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യുണീക് സെല്ലിംഗ് പ്രൊപ്പോഷൻ അഥവാ USP. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഏതൊരു ബിസിനസ്സുകാരനും മനസ്സിലാക്കേണ്ട ഒരു ഭാഗം. ഏതൊരു കമ്പനിക്കും അതിൻ്റെതായ USP ഉണ്ടാവാം. പല രീതിയിൽ ആ USPകളുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാറുണ്ട്. അത് അതിൻ്റെ ക്വാളിറ്റി ആവാം, അതിൻ്റെ ബ്രാൻഡിങ് ആവാം, അതിൻ്റെ പ്രൈസിങ് ആവാം. പല രീതിയിൽ USPയെ നിശ്ചയിക്കും പല കമ്പനികളും. ഒട്ടുമിക്ക കമ്പനികൾക്കും ഒട്ടുമിക്ക പ്രോഡക്റ്റുകൾക്കും ഏറ്റവും മിനിമം 3 USPകളെങ്കിലും പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയും. സാൻഡ്ബോക്സ് ടെക്നോളജീസ് എന്താണ് USP ആയി പബ്ലിക്കിലേക്ക് അറിയിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മുടെ ചിന്താവിഷയം സാൻഡ്ബോക്സ് ടെക്നോളജീസിന്റെ സാൻഡ്ബോസിറ്റി പ്രോഡക്റ്റുകളുടെ USPയെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ 2 തരമുണ്ട്. ഒന്നാമത്തേത്, ആ പ്രൊഡക്റ്റ് നമ്മൾ ഏതു കാറ്റഗറിയിൽ എന്തു കാര്യത്തിൽ നമ്മൾ സെലക്ട് ചെയ്തു എന്നത് ഒരു USP ആണ്. രണ്ടാമത്തേത്, സെലക്ട് ചെയ്ത ഓരോ പ്രൊഡക്റ്റിന്റെയും വ്യതിരിക്തത എന്താണ് എന്നുള്ളത് രണ്ടാമത്തെ USP ആണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ സെലക്ട് ചെയ്ത ഇൻഡസ്ട്രിയെ കുറിച്ചുള്ളതാണ്. സാൻഡ്ബോക്സ് ടെക്നോളജീസ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ് എഡ്യൂക്കേഷൻ രംഗത്തെ, അതും അക്കാദമിക രംഗത്തെ, റെഗുലർ എഡ്യൂക്കേഷൻ രംഗത്തെ സപ്പോർട്ടിംഗ് സംവിധാനമായ പ്രോഡക്റ്റുകൾ നൽകുക എന്നതാണ് സാൻഡ്ബോക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട USP. എഡ്യൂക്കേഷൻ രംഗമാണ് നമ്മുടെ പ്രോഡക്റ്റ്, എഡ്യൂക്കേഷൻ സർവീസുകളാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഒട്ടുമിക്ക കമ്പനികളെയും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ലോകത്ത് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യപ്പെട്ട ഇൻഡസ്ട്രിയും ഏറ്റവും കൂടുതൽ കമ്പനികൾ പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയും കോസ്മെറ്റിക്സ് ആണ്. അതോടൊപ്പം മറ്റു പല കമ്പനികൾ ഫോളോ ചെയ്യുന്നത് ഇൽനെസ് ആൻഡ് വെൽനെസ് ആണ്. മറ്റു പല കമ്പനികളും ഫോളോ ചെയ്യുന്നത് ഗ്രോസറി ഐറ്റംസ് ആണ്. ഒട്ടേറെ കമ്പനികൾ ഫോക്കസ് ചെയ്യുന്നത് ന്യൂട്രീഷൻ പ്രോഡക്റ്റുകളാണ്. എന്നാൽ ഈ രംഗത്ത് 100 കൂട്ടം മത്സരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം ആളുകളുടെ, കൺസ്യൂമേഴ്സിന്റെ കൺഫ്യൂഷൻ പ്രൊഡക്റ്റ് വാങ്ങണോ വാങ്ങണ്ടയോ എന്നതല്ല, ആരിൽ നിന്ന് വാങ്ങണം എന്നുള്ളതാണ്. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഇല്ലാത്ത, ഇതുവരെ മാർക്കറ്റ് ചെയ്യപ്പെടാത്ത, ഇതുവരെ ഫീൽഡിൽ വരാത്ത ഏറ്റവും മികച്ച പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട USP. അത് നമ്മൾ സെലക്ട് ചെയ്ത ഇൻഡസ്ട്രി ഏത് എന്നതാണ്, അത് എഡ്യൂക്കേഷനാണ്. ആ എഡ്യൂക്കേഷനിൽ തന്നെ റെഗുലർ എഡ്യൂക്കേഷൻ എന്നുള്ളത് അത്രമാത്രം പ്രാധാന്യവും അതിന്റെ പ്രാധാന്യം മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ടതില്ലാത്തതുമാണ്. കസ്റ്റമേഴ്സ് സാധാരണ 2 രീതിയിലാണ് ഉണ്ടാവുക. ഒന്ന്, പ്രൊഡക്റ്റ് റിക്വയർമെന്റ് ഉള്ള വിഭാഗം. രണ്ടാമത്തേത്, പ്രൊഡക്റ്റ് അവർക്ക് റിക്വയർമെന്റ് ആണ്, പക്ഷെ അവർക്ക് ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ അറിയില്ല. അവരെ നമ്മൾ അവയർനെസ് മാർക്കറ്റിംഗ് നടത്തേണ്ടി വരുന്നു. അത് ബോധ്യപ്പെടുത്തണം, ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്, നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ട കസ്റ്റമറാണ് എന്ന് അവർക്ക് അവയർനെസ് മാർക്കറ്റിംഗ് നടത്തി അവരെ ബോധ്യപ്പെടുത്തി അവരോട് പർച്ചേസ് ചെയ്യിപ്പിക്കേണ്ടതാണ്. എന്നാൽ എഡ്യൂക്കേഷൻ റെഗുലർ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ഒരു കസ്റ്റമറിനെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. കസ്റ്റമറിന് കൃത്യമായി അത് ബോധ്യപ്പെടുന്നതാണ്. പല രക്ഷിതാക്കളും ചോദിക്കാറുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് പിന്നെ എന്തിനാണ് ഒരു ആപ്പ് എന്ന്? ഇപ്പോഴല്ല, കൊറോണയുടെ ആരംഭത്തിൽ, അല്ലെ 1ാം കൊറോണ കഴിഞ്ഞ് തിരിച്ച് അതിലേക്ക്, എഡ്യൂക്കേഷനിലേക്ക്, റെഗുലറിലേക്ക് മടങ്ങിയ സമയത്ത് അധ്യാപകരോട് രക്ഷിതാക്കൾ മുഴുവൻ ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സ്കൂളിൽ എടുക്കാതെ പോയ, ഓൺലൈനിലൂടെ എടുത്ത പാഠങ്ങൾ വീണ്ടും എടുക്കില്ല എന്നതായിരുന്നു അന്നത്തെ ചോദ്യം. പക്ഷെ രണ്ടാമത് കൊറോണ വന്ന് വീണ്ടും ലോക്കായ സമയത്ത് ഒരു രക്ഷിതാവും അത് ചോദിച്ചില്ല. കാരണം ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നത് തന്നെ ഓഫ്ലൈനായി എടുക്കുന്ന അതേ ഇമ്പാക്റ്റ് രക്ഷിതാക്കളുടെ മനസ്സിലേക്ക് ബോധ്യപ്പെട്ടു എന്നതാണ് വസ്തുത.
രണ്ടാമത്തെ കാര്യം, പഴയ കാലത്ത് സ്കൂളും ട്യൂഷനും മാത്രമായിരുന്നു റെഗുലർ എഡ്യൂക്കേഷന്റെ ഫ്രെയിമിംഗ് എങ്കിൽ ഇന്ന് ഒരേ സമയം സ്കൂളുണ്ട്, അതേസമയം ട്യൂഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ 3 രീതിയിലും ഒരുമിച്ച് തന്നെയാണ് പുതിയ കാലത്ത് എഡ്യൂക്കേഷൻ രംഗം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന അതേ കുട്ടി, ട്യൂഷനിൽ പഠിക്കുന്ന അതേ കുട്ടി നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാനുള്ള സാധ്യതകൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നു എന്നതാണ്. നമ്മൾ അവിടെ നടത്തേണ്ട അവയർനെസ് മാർക്കറ്റിംഗ് എന്താണ്? സ്കൂളിംഗ് വിത്ത് ട്യൂഷൻ വിത്ത് എഡ്യു ആപ്പ്. അതിനൊറ്റ കാരണമാണുള്ളത്. സ്കൂൾ ആവട്ടെ ട്യൂഷൻ ആവട്ടെ കുട്ടിയുടെ പ്രിഫർ ടൈം അല്ല ഒരിക്കലും പരിഗണിക്കുന്നത്, സിസ്റ്റത്തിന്റെ ടൈമാണ് പരിഗണിക്കുന്നത്. ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന സമയമാണോ, ആ കുട്ടി ആ സമയത്ത് ക്ലാസ്സിൽ അറ്റൻഡീവ് ആണോ എന്ന് പരിഗണിക്കാൻ സ്കൂളിംഗ് ടൈമിനോ ട്യൂഷൻ ടൈമിനോ ഒരിക്കലും സാധിക്കുകയില്ല. കാരണം അവിടെ റെഗുലറായ ഒരു പാറ്റേണിലൂടെയാണ് ആ സിസ്റ്റം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ ഒരു കുട്ടി പർച്ചേസ് ചെയ്താൽ സ്വാഭാവികമായും അവിടെ പ്രിഫറൻസ് കുട്ടിയുടെ സമയത്തിനാണ്. കാരണം ഒരിക്കലും ഫിക്സ് ചെയ്ത ഒരു സമയത്തല്ല നമ്മുടെ പ്രോഗ്രാം ചാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ വിദ്യാർത്ഥിയും തീരുമാനിക്കുകയാണ്, ഞാൻ ഈ സബ്ജക്റ്റ്, ഇന്ന പാഠം, ഇന്ന ക്ലിപ്പ് വീഡിയോ ഏത് സമയത്ത് ഞാൻ കാണണം എന്ന് ഫിക്സ് ചെയ്യുവാനും അത് അവന്റെ ഇഷ്ടപ്രകാരം കാണുവാനുമുള്ള അവസരം അവനുണ്ട്. എന്താണ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത്? ഒരു കുഞ്ഞ് ഒരു പക്ഷേ കെമിസ്ട്രിയുടെ ഒരു പാഠം ഒരു തവണയാണ് ഒരു അക്കാദമിക് ഇയറിൽ ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്നത്. അധ്യാപകനോട് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പുസ്തകം വായിക്കാൻ വേണ്ടി പറയും. രണ്ടാമതൊന്ന്, ആ കുഞ്ഞിന് വേണ്ടി ആ പാഠഭാഗം എടുക്കാൻ ഒരു സിസ്റ്റം ഒരിക്കലും അനുവദിക്കില്ല. എന്നാൽ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ പാഠം ഒരു കുഞ്ഞിന് 3 തവണ കേട്ടിട്ട് മനസ്സിലായില്ല എങ്കിൽ പിന്നെയും 3 തവണ കേൾക്കുവാനുള്ള ഓപ്ഷൻ ഒരു ആപ്ലിക്കേഷൻ അനുവദിക്കുന്നു എന്നതാണ്. ആ ഒരു അക്കാദമിക് ഇയറിന്റെ ഡ്യൂറേഷനിൽ എത്ര തവണ കേട്ടിട്ടാണോ അത് പഠിക്കേണ്ടത്, അത് ബോധ്യപ്പെടേണ്ടത്, അത് ബോധ്യപ്പെടാനുള്ള അവസരം ഒരു എഡ്യു ആപ്പ് ഒരു കുഞ്ഞിന് സമ്മാനിക്കും. എന്നാൽ ഒരു റെഗുലർ എഡ്യൂക്കേഷനിലോ ഒരു ട്യൂഷൻ സംവിധാനത്തിലോ ഒരിക്കലും അത് പ്രായോഗികമല്ല. അത് ഒരു അക്കാദമിക് ഇയറിൽ ഒരു പാഠം ഒരു സമയത്ത് ക്ലാസ് എടുക്കുകയും ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നീട് അത് ഒരിക്കലും പിന്നീട് റിപ്പീറ്റ് ചെയ്ത് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ആകുമ്പോൾ ഓരോ കുഞ്ഞിനും റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ അങ്ങനെ, ഏറ്റവും കൂടുതൽ ടഫുള്ള ഭാഗങ്ങൾ അങ്ങനെ, പെട്ടെന്ന് മനസ്സിലാവാത്ത പാഠഭാഗങ്ങൾ അവർക്ക് അനുകൂലമായ ഏറ്റവും മികച്ച സമയത്ത് കാണുവാനുള്ള, വീണ്ടും കേൾക്കുവാനുള്ള, വീണ്ടും പഠിക്കുവാനുള്ള അവസരം നൽകുന്നു എന്നതാണ് എഡ്യൂക്കേഷൻ രംഗത്ത് ഏറ്റവും യുണീക്കായ എഡ്യു ആപ്പ് മേഖലയിൽ റെക്കോർഡ് റെഗുലർ എഡ്യൂക്കേഷൻ സപ്പോർട്ട് പ്രോഗ്രാമിലൂടെ സാൻവോക്സ് ടെക്നോളജീസ് നൽകുന്ന സാൻവോസിറ്റി എഡ്യു ആപ്പിന്റെ ഒന്നാമത്തെ USP അല്ലെങ്കിൽ USPയുടെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകതയാണ്. ഈ പ്രൊഡക്റ്റിന്റെ കോമൺ ഫീച്ചേഴ്സ് ആണ് ഒന്നാമത്തത് എങ്കിൽ ഓരോ പ്രൊഡക്റ്റും എന്തുകൊണ്ട് ഡിഫറെന്റ് ആണ്, എന്തുകൊണ്ട് ഒരു കുഞ്ഞ് പർച്ചേസ് ചെയ്യപ്പെടേണ്ടതാണ്, എന്തുകൊണ്ട് ഒരു രക്ഷിതാവ് തന്റെ മക്കൾക്ക് പർച്ചേസ് ചെയ്ത് നൽകേണ്ടതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മുടെ രണ്ടാമത്തെ USPയുടെ ഭാഗം. അതിലേറ്റവും പ്രധാനം നമ്മുടെ യുണീക്ക് കോഴ്സായ ഏറ്റവും ഐഡിയൽ പ്രോഡക്റ്റ് ആയി നമ്മൾ അവതരിപ്പിക്കുന്ന മാട്രിക്സ് എന്നുള്ളത്. ആ മാട്രിക്സിന് 5 പ്രത്യേകതകളാണുള്ളത്. ഈ 5 പ്രത്യേകതകളുള്ള ഒരു പ്രോഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നതാണ് അതിന്റെ ഒന്നാമത്തെ USP. എന്തിനാണ് നമ്മൾ USP അവതരിപ്പിക്കുന്നത്? അത് ആ കമ്പനിക്ക് മാത്രം പ്രത്യേകമായതാണ്. മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാൻ ഇല്ലാത്തതിനെയാണ് നമ്മൾ USP എന്ന് പറയുന്നത്. സാൻവോക്സ് ടെക്നോളജീസ് അവതരിപ്പിക്കുന്ന സാൻവോസിറ്റി എഡ്യു ആപ്പിലെ ഏറ്റവും യുണീക്ക് പ്രോഡക്റ്റ് ആയ മാട്രിക്സിന്റെ 5 USPകൾ എന്താ? ഒന്നാമത്തേത്, ആദ്യമായിട്ടാണ് CBSE അല്ലെങ്കിൽ NCERT പ്ലസ് SCERT ടെക്സ്റ്റ് ബുക്ക് സപ്പോർട്ട് കൊടുക്കുന്ന മാത്സിന്റെ മാത്രം ഏറ്റവും യുണീക്കായ മാത്സിന്റെ ടോട്ടൽ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് എന്നുള്ളത് മാത്സിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നതാണ് എന്നതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത. ഇതിന് 5 സവിശേഷതകളാണ് നമുക്ക് രക്ഷിതാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്.
ഒന്നാമത്തേത്, ഒരു കുട്ടിയുടെ ഉള്ളിൽ കടന്നുകൂടിയ പല ഫിയർ ഫാക്ടുകൾ ഉണ്ടാവും. എന്താണ് ഫിയർ ഫാക്ട്? മാത്സ് കഷ്ടപ്പെട്ട വരുന്ന വിഷയമാണ്. മാത്സ് ഒരിക്കലും പെട്ടെന്ന് ദഹിക്കുന്ന വിഷയമല്ല. ഇതെങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്? പാരമ്പര്യമായി കേട്ടുവരുന്ന കുറെ ബിലീഫ് സിസ്റ്റങ്ങൾ ഉണ്ടാവും. ഓ, മാത്സ് എന്നെ കൊണ്ട് സാധ്യമല്ല. അതെങ്ങനെയാ കുട്ടിയുടെ ഉള്ളിൽ ആ ഫിയർ കടന്നു വരുന്നത്? ആദ്യത്തെ പീരീഡ് മാത്സ് ആണ്. അധിക ക്ലാസ്സുകളിലും അങ്ങനെ കാണുന്നു. അതെന്തുകൊണ്ടാ? കുറച്ചു കഴിഞ്ഞാൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് കാലത്ത് നേരത്തെ എഴുന്നേറ്റ് വായിച്ചു പഠിക്കേണ്ട വളരെ ടഫുള്ള വിഷയമാണ്. എൻവിയോൺമെന്റിൽ നിന്ന് നിരന്തരമായി കേൾക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഫിയർ ഫാക്ട് ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നു. സ്വാഭാവികമായും ഇതെനിക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നതല്ല എന്ന ഒരു ഇന്നർ ഫീലിങ്സ് ആ കുട്ടിയുടെ ഉള്ളിൽ കടന്നുകൂടുന്നു. അതോടുകൂടി മാത്സ് എന്ന സബ്ജക്റ്റുമായി പല കുട്ടികളും അകലുന്നു. ഹൈസ്കൂൾ തലങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ച് കുട്ടികളെ വേട്ടയാടും മാനസികമായി. പലപ്പോഴും ഈ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ അവരുടെ ഉള്ളിലും മാത്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഫിയർ കയറിക്കൂടും. ഈ ഫിയർ കയറിക്കൂടിയാൽ ഉണ്ടാകുന്ന പ്രശ്നം, അവർ പഠിച്ച അതിന്റെ ഫണ്ടമെന്റൽസും ബേസിക്കും പോലും അവർക്ക് ഓർമ്മയിൽ നിൽക്കാതെയാകും. കാരണം ഇതെനിക്ക് ദഹിക്കുന്ന വിഷയമല്ല. ഞാൻ മാത്തമാറ്റിക്കലി വീക്കാണ്, ലോജിക്കലി എനിക്ക് ഇത് ചെയ്യാൻ സാധ്യമല്ല, ന്യൂമറിക്കലി ഞാൻ ഇതിൽ പ്രശ്നമാണ്. ഈ 3 തലങ്ങൾ വരുന്നതോടുകൂടി സ്വാഭാവികമായും പഠിച്ച കോൺസെപ്റ്റുകൾ പോലും കുഞ്ഞു മറന്നു പോകുന്നു. അവിടെയാണ് മാട്രിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഭാഗം, ഫണ്ടമെന്റൽസ്. 8ാം ക്ലാസ്സിലും 9ലും പഠിക്കുന്ന വിദ്യാർത്ഥിക്കും അവന്റെ 10ാം ക്ലാസ് പൊതുപരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് 5, 6, 7 ക്ലാസ്സുകളിലെ ബേസിക് കോൺസെപ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളതാണ്. പക്ഷെ ആ പാഠഭാഗം ആ വർഷത്തോടു കൂടി അവസാനിക്കുന്നു. 10ാം ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ അധ്യാപകൻ 1, 2 പീരീഡ് ഒരു ഇൻട്രോ പറയും മാത്തമാറ്റിക്സിന്റെ ബേസിക്കിനെ കുറിച്ച്. പിന്നെ നേരെ ചാപ്റ്ററിലേക്ക് പോകും. ആ 2 ഇൻട്രോ കൊണ്ട് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ 2 പീരീഡിന്റെ ഇൻട്രോ കൊണ്ട് ഒരിക്കലും ആ കുട്ടിക്ക് കഴിഞ്ഞ 4 വർഷത്തെ മാത്സിന്റെ ഫണ്ടമെന്റൽസ് ഓർത്തു വെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മാത്സിന്റെ ഫണ്ടമെന്റൽസിലെ ഏറ്റവും മികച്ച 60 വീഡിയോകളിലൂടെ 5, 6, 7, 8 ക്ലാസ്സുകളിലെ മാത്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽസ് ഈ കുട്ടിക്ക് ലഭിക്കുന്നു മാട്രിക്സ് എന്ന പ്രോഡക്റ്റിലൂടെ എന്നതാണ് ആ പ്രോഡക്റ്റിന്റെ 5 USPകളിൽ ഒന്നാമത്തേത്. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ മുൻപിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് കൃത്യമായി അവതരിപ്പിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഭാഗം മാട്രിക്സിന്റെ ഫണ്ടമെന്റൽസ് ആണ് ഒന്നാമത്തെ ഭാഗമെങ്കിൽ, രണ്ടാമത്തേത് ട്രിക്കി വീഡിയോസ് ആണ് അതിന്റെ രണ്ടാമത്തെ USP എന്ന് പറയുന്നത്. എന്താണ് ട്രിക്കി വീഡിയോസ്? 500-ലധികം വരുന്ന ട്രിക്കുകൾ അടങ്ങുന്ന ഓരോ ട്രിക്കുകൾക്കും സെപ്പറേറ്റ് ഓരോ വീഡിയോസ്. അത് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഏതെങ്കിലും സാധാരണഗതിയിൽ വളരെ ഈസിയായി ഏതെങ്കിലും കണക്ക് അവതരിപ്പിക്കുവാനുള്ള രീതിയിലല്ല ട്രിക്ക് സെലക്ട് ചെയ്തത്. മറിച്ച് സിലബസിന്റെ റൂട്ടിൽ കൃത്യമായ ഓർഡറിലാണ് ഈ ട്രിക്ക് ഫിക്സ് ചെയ്തിട്ടുള്ളത്. 5ാം ക്ലാസ്സിന് ഇത്ര നമ്പർ ട്രിക്കുകൾ, 6, 7, 8, 9, 10, 11, 12. ഓരോ ക്ലാസ്സിനും കൃത്യമായ എണ്ണം ട്രിക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആ സബ്ജക്റ്റിലെ 10th മാത്സിലെ ഓരോ ചാപ്റ്ററിനും ഇത്ര ട്രിക്സുകൾ. ആ രീതിയിൽ 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളുടെ ഓരോ ചാപ്റ്ററിനെയും ഏറ്റവും ഈസിയായി അതിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ട്രിക്കുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള 500-ലധികം വരുന്ന വീഡിയോസിൽ വരുന്നത്. അതാണ് മാട്രിക്സിന്റെ സെക്കൻഡ് USP എന്നുള്ളത്. മൂന്നാമത്തേത്, 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ ഓരോ ചാപ്റ്ററിന്റെയും, അത് CBSE-യുടേതുമുണ്ട്, സ്റ്റേറ്റ് സിലബസിന്റേതുമുണ്ട്, ഓരോന്നിന്റെയും പാഠഭാഗങ്ങളുടെ ഏറ്റവും ബ്രീഫ് കണ്ടന്റുകൾ വീഡിയോ ഫൂട്ടേജായി നമുക്ക് ലഭിക്കുന്നു. 5ാം ക്ലാസ്സിന് വരുന്നത് 25 വീഡിയോസിലാണ് 5ാം ക്ലാസ്സിന്റെ കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 10 മിനിറ്റിന്റെ 5 മണിക്കൂർ ദൈർഘ്യം ടോട്ടലി വരുന്ന വീഡിയോസുകളാണ് 5, 6, 7, 8 ക്ലാസ്സിന് ലഭ്യമായിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസ്സുകൾക്ക് ഇതേപോലെ 10 മിനിറ്റ് ദൈർഘ്യമുള്ള 8 മണിക്കൂർ
പ്രൊഡക്റ്റുകളാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ 8ാം ക്ലാസ് വരെയുള്ളതിന് 30 മൊഡ്യൂളുകളും 12ാം ക്ലാസ് വരെയുള്ളത് 50 മൊഡ്യൂളുകളുമായി ഓരോ ക്ലാസ് വിഷയങ്ങളുടെയും പ്രോഡക്റ്റുകൾ കൃത്യമായ സബ്ജക്റ്റായി, കൃത്യമായ മൊഡ്യൂളുകളായി അതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നു. 3 കാര്യങ്ങൾ സംസാരിച്ചു. ഒന്നാമത്തേത് ഫണ്ടമെന്റൽസിന്റെ 60 വീഡിയോസുകളാണ്. രണ്ടാമത്തേത് ട്രിക്സുകളുടെ 500ലധികം വീഡിയോസുകളാണ്. അതിന്റെ അപ്ലോഡിംഗ് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തേത് 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളുടെ റെഗുലർ ക്ലാസ്സുകളുടെ ക്ലിപ്പുകളാണ്. ഓരോ പാഠഭാഗത്തിന്റെ സ്പെഷ്യലായി പോകുന്ന മൊഡ്യൂളുകളാണ്. 4ാമത്തെ ഭാഗം ഒരു കുട്ടിക്ക് PDF-ഉം അതുപോലത്തെ PDF മീൻസ് 2 കാര്യങ്ങൾ. ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, രണ്ടാമത്തേത് ഓരോ പാഠഭാഗങ്ങളുടെയും വരുന്ന ചോദ്യവും അതിന്റെ ഉത്തരവും അടങ്ങുന്ന ഭാഗമാണ് ഇതിനകത്തുള്ളത്. അതാണ് 4ാമത്തെ നമ്മുടെ ഏരിയ. അതിന്റെ കൂടെ തന്നെ ഓൺലൈൻ ടെസ്റ്റിംഗ് ഉണ്ട്. അവർക്ക് എങ്ങനെയാണ് ഓൺലൈൻ ടെസ്റ്റിംഗ്? ഒരു ക്വസ്റ്റ്യൻ കൊടുത്താൽ ആ ക്വസ്റ്റ്യന്റെ ആൻസർ നൽകുന്നതിലൂടെ മൾട്ടിപ്പിൾ ചോയ്സിൽ നിന്ന് അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്ന, 2ാമത്തെ ഭാഗത്തേക്ക് പോകുന്ന ആ രീതിയിൽ 20 ചോദ്യത്തിന്റെ ഓരോ ക്വസ്റ്റ്യനറുകൾ ഒരു കുട്ടി കംപ്ലീറ്റ് ആക്കുന്നതിലൂടെ അവർക്ക് റിവാർഡും അതിന്റെ കൃത്യമായ ഉത്തരങ്ങളും ലഭ്യമാകുന്ന രീതിയിലാണ് ഇതിന്റെ ക്വസ്റ്റ്യനിങ് പാനൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതാണ് 4ാമത്തെ പ്രത്യേകത. 4ാമത്തെ കാര്യത്തിൽ 3 കാര്യമാണുള്ളത്. ഒന്നാമത്തേത് പാഠഭാഗത്തിന്റെ PDF കണ്ടന്റുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഓൺലൈൻ ടെസ്റ്റിങ്ങുകൾ. 5ാമത്തേത് AI മെന്റർഷിപ്പ് സപ്പോർട്ട്. എന്താണ് AI മെന്റർഷിപ്പ് സപ്പോർട്ട്? ഈ പാഠഭാഗങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഒരു കുട്ടിക്കുണ്ട് എങ്കിൽ ആ സംശയങ്ങൾ ചോദിച്ച് അതിന്റെ ഉത്തരം പറഞ്ഞു തരുന്ന രീതിയിലുള്ള AI മെന്റർഷിപ്പ് സപ്പോർട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഇൻബിൽട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാട്രിക്സിന്റെ 5ാമത്തെ USP. ഈ 5 USP ആണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ കൃത്യമായി നമ്മൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടത്. ഈ 5 USP ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് USP? മറ്റൊരാൾക്കും അവകാശപ്പെടാനില്ലാത്ത, ഒരു പ്രോഡക്റ്റ് അവതരിപ്പിക്കുന്നവർക്ക് മാത്രം അവകാശപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ജ്വല്ലറികളും അവരുടെ USP അവതരിപ്പിക്കാറുണ്ട്. പരിശുദ്ധിയിലാണ് ഞങ്ങളുടെ പ്രൗഢി എന്ന്. ഇത്ര ക്ലാരിറ്റിയുള്ള, ഇത്ര കൃത്യതയുള്ള, ഇത്ര ശുദ്ധിയുള്ള സ്വർണം മറ്റൊരു കമ്പനിയും നിങ്ങൾക്ക് നൽകുന്നില്ല എന്നതാണ് അവർ അവകാശപ്പെടുന്നത്. ഹോട്ടലുകൾക്ക് USP ഉണ്ട്. ഇത്ര വൃത്തിയുള്ള ഹൈജീനിക്കായ ഭക്ഷണമാണ് ഞങ്ങൾ നൽകുന്നത് എന്നതാണ് അവരുടെ USP. പഴയ കാലത്ത് ഹോട്ടലുകളുടെ കിച്ചണുകൾ മുഴുവൻ അകത്തായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന അധിക ഹോട്ടലുകളുടെയും കിച്ചൺ ഫ്രണ്ട് ഭാഗത്താണ്, പുറത്താണ്. കാരണം എന്താ? അവരുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത് കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് ഫീൽ ചെയ്യിപ്പിക്കുക എന്നതാണ് അതിന്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് അവരവരുടെ USP ആയിട്ട് അവതരിപ്പിക്കുന്നത്. ഈ രീതി ചില കമ്പനികൾ കൊറോണ കഴിഞ്ഞ ഉടനെയുള്ള സമയത്ത് ചില ഹോട്ടലുകൾ പരസ്യം നൽകിയിരുന്നു, ഞങ്ങളുടേത് മുഴുവൻ മലയാളി സ്റ്റാഫുകളാണ് എന്ന്. പല ഹോട്ടലുകളും അങ്ങനെ ആഡ് കൊടുത്തിരുന്നു, മലയാളി സ്റ്റാഫുകൾ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതൊരു USP ആണ്. മറ്റുള്ളവരുടെ വൃത്തികേടുമായി ബന്ധപ്പെട്ട, അവരുടെ വൃത്തിയിലുള്ള അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ബംഗാളികൾ കാണിക്കുന്ന ഒരുപാട് വൃത്തിഹീനമായ പരിസരങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് പല ഹോട്ടലുകളും ഈ USP അവതരിപ്പിച്ചിരുന്നത്. അതുതന്നെയാണ് നമ്മൾ ഇവിടെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്താനുള്ളത്. ഇത്രയും യുണീക്കായ പ്രോഡക്റ്റ് മറ്റൊരു കുട്ടിക്കും മറ്റൊരു കമ്പനിക്കും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നൽകാൻ കഴിയില്ല. പിന്നെ അവരുടെ മുൻപിലുള്ള ഒറ്റ റിജക്ഷൻ ഇതാണ്. ഇതുകൊണ്ട് ആരെങ്കിലും കേടാവുമോ എന്ന് ആരും ഭയപ്പെടുന്നില്ല. എന്തുമാത്രമേ അവരുടെ പ്രശ്നമുള്ളൂ? ഓ, 5000 രൂപയോ എന്ന് ചോദിക്കുന്ന ഒരു രക്ഷിതാവിനോട് ചോദിക്കാനുള്ളത് ഇത്ര മാത്രമാണ്. സാധാരണ ICUവിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ICUവിലാക്കുന്ന ഒരാളോട് ഓക്സിജൻ കൊടുക്കണം അവർക്ക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ
24 മണിക്കൂർ എന്റെ ഫാദറിന് ഓക്സിജൻ കൊടുത്താൽ എത്ര ബില്ല് വരും? അതൊന്ന് റിഡക്റ്റ് ചെയ്യാമോ? അല്ലെങ്കിൽ അത്ര പേയ്മെന്റ് ആയതുകൊണ്ട് ഓക്സിജൻ നൽകേണ്ടതില്ല എന്ന് ഒരു കസ്റ്റമറും പറയില്ല. കാരണം അത് അവരുടെ അവസാനത്തെ ചാൻസ് ആണ്. ആം ഐ കറക്റ്റ്? അത് അവരുടെ അവസാനത്തെ അവസരമാണ്. അവിടെ ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതിനു പകരം മറ്റൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനുമില്ല. ഇത് തന്നെയാണ് രക്ഷിതാക്കളോട് നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പെയിൻ പോയിന്റ്സ്. ഫിയർ ഫാക്ട് 4000 അല്ല 4 ലക്ഷം കൊടുത്താലും നിങ്ങളുടെ കുട്ടിയുടെ 10ാം ക്ലാസ്സിൽ ഒരു മാർക്ക് കൂട്ടാൻ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനുമില്ല. ഹലോ, 10ാം ക്ലാസ്സിലെ നിങ്ങളുടെ കുട്ടിയുടെ മാത്സിന്റെ മാർക്ക് ഒരു മാർക്ക് കൂട്ടാൻ ഇതല്ലാതെ നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു ഓപ്ഷനുമില്ല. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെ 2 മാർക്ക് കുറഞ്ഞത് കൊണ്ട് +1 നിങ്ങൾ ആഗ്രഹിക്കുന്ന സെഗ്മെന്റിന്റെ അഡ്മിഷൻ നഷ്ടപ്പെട്ടാൽ ആ അഡ്മിഷൻ തിരിച്ചു പിടിക്കാൻ 4 ലക്ഷം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമല്ല. ക്ലിയർ ആണല്ലോ? എൻട്രൻസ് പരീക്ഷയിൽ ഇതിന്റെ ഒരു മാർക്ക് കുറവ് കൊണ്ടാണ് നിങ്ങളുടെ കുട്ടി റാങ്കിങ്ങിൽ കട്ട് ഓഫ് മാർക്കിന് താഴേക്ക് വന്നത് എങ്കിൽ അതിനെ തിരിച്ചു പിടിക്കാൻ 40 ലക്ഷം ഉണ്ടായാലും നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം 1 കോടി രൂപ കൊടുത്ത് കേരളത്തിൽ, ഇന്ത്യയിൽ വ്യത്യസ്ത മെഡിക്കൽ കോളേജുകളിൽ പ്രൈവറ്റായി MBBS ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവർക്കും നീറ്റിന്റെ ക്രൈറ്റീരിയ മാനദണ്ഡമാണ് എന്നതാണ് പ്രധാനം. പണ്ടത് മാനദണ്ഡമായിരുന്നില്ല. പണ്ട് +2 സയൻസ് പഠിച്ച് പാസ്സായ ഏതൊരു വിദ്യാർത്ഥിക്കും മെഡിക്കലിന് ജോയിൻ ചെയ്യാമായിരുന്നു. ഇത് നമ്മൾ ഓർത്തു വെക്കേണ്ട വിഷയമാണ്. മെഡിക്കലിന് ജോയിൻ ചെയ്യാൻ സയൻസ് ക്വാളിഫൈ ചെയ്ത ഒരു കുട്ടിക്ക് സാധ്യമായിരുന്നു. ഇന്നത് പോരാ. പണ്ട് ഗവൺമെന്റ് കോട്ടയിൽ ലഭിക്കാൻ വേണ്ടി മാത്രമായിരുന്നു നീറ്റ് എക്സാം എങ്കിൽ ഇന്ന് നീറ്റ് എക്സാം എല്ലാ ലോകത്ത് എവിടെ പോയി MBBS പഠിക്കണമെങ്കിലും നീറ്റ് എക്സാമിൽ ആ കുട്ടി കട്ട് ഓഫ് മാർക്ക് നേടിയിരിക്കണം എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ മാത്സിന്റെ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ 4000 അല്ല 40,000-നോ 4 ലക്ഷത്തിനോ സാധ്യമല്ല എന്ന വസ്തുതയാണ് രക്ഷിതാക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത്. ഇത് വൺ ടൈം നൽകേണ്ടതാണ്. ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെയിൻ പോയിന്റും ഒരു രക്ഷിതാവ് സ്കൂളിൽ PTA മീറ്റിങ്ങിന് പോയാൽ, ക്ലാസ് മീറ്റിങ്ങിന് പോയാൽ ടീച്ചേഴ്സ് നിരന്തരം സംസാരിക്കുന്ന ഒരു വിഷയമാണ് മാത്സ് എന്നുള്ളത്. അതുകൊണ്ട് അതിന്റെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളുടെ മുൻപിലുള്ള ഓപ്ഷൻ ഇത് മാത്രമാണ് എന്ന് പറയുമ്പോൾ, അതല്ലാതെ നിങ്ങൾ മറ്റെന്ത് ചെയ്താലും ഇതിന് പകരമാവില്ല എന്ന് രക്ഷിതാവിനെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് അതിന്റെ പേയ്മെന്റ് പ്രയോറിറ്റി അവർ പരിഗണിക്കുന്നത്. അതൊരു അധിക ബാധ്യതയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ സെയിൽസ് വർദ്ധിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നത്. അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. സാൻവോസിറ്റിയുടെ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ പ്രോഡക്റ്റുകളുടെ കോമൺ ആയ പ്രത്യേകത നമ്മൾ സംസാരിച്ചു. നമ്മുടെ പ്രോഡക്റ്റ് എന്നത് എഡ്യൂക്കേഷൻ രംഗത്താണ്, റെഗുലർ എഡ്യൂക്കേഷൻ സപ്പോർട്ടിംഗ് രംഗത്താണ്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. രണ്ടാമത്തെ ഭാഗം നമ്മുടെ യുണീക്ക് കോഴ്സായ മാട്രിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 USPകൾ നമ്മൾ സംസാരിച്ചു. ഈ 5 USPകളും ഇണങ്ങുന്ന, ഉൾപ്പെടുന്ന മറ്റൊരു കോഴ്സും മറ്റൊരു പ്രോഡക്റ്റും മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നത് തന്നെയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യണം എന്ന ചോദ്യത്തിന് നമുക്ക് നൽകാനുള്ള ഉത്തരം. ആ ഉത്തരം നൽകുന്നിടത്താണ് നമ്മുടെ ബിസിനസ് സാധ്യമാകുന്നത്. അതിന് കൃത്യമായ ക്ലാരിറ്റി കൊടുക്കുന്നിടത്താണ് നമ്മുടെ സെയിൽസ് ക്ലോസ് ആവുന്നത്, നമ്മുടെ പ്രോസ്പെക്റ്റിംഗ് കറക്റ്റ് ആവുന്നത്. നമ്മൾ പഠിച്ച എന്തെങ്കിലുമൊക്കെ കാര്യം പോയി അവതരിപ്പിക്കുക എന്നതിനു പകരം ഒരു നെറ്റ്വർക്കറോട് പോലും ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഇതിന്റെ വസ്തുതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ എനിക്കൊരു നല്ല ബിസിനസ് ഡെവലപ്പ് ചെയ്യാമല്ലോ എന്ന ചിന്ത വരുന്നതിന് മുൻപ്, ഓ ഇങ്ങനെയാണെങ്കിൽ ഇതെന്റെ കുട്ടിക്ക് ആവശ്യമാണല്ലോ എന്ന ചിന്ത അവന്റെ ഉള്ളിൽ നൽകുന്നിടത്താണ് നമ്മളുടെ പ്രോസ്പെക്റ്റിംഗ് വിജയിക്കുന്നത്. അപ്പോഴേ ആ പ്രൊഡക്റ്റ് വർത്തിയാകുന്നുള്ളൂ. കാരണം ഇതിന്റെ യൂസിങ് കസ്റ്റമേഴ്സിന്റെ മികച്ച ടെസ്റ്റിമോണിയൽ നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരു നെറ്റ്വർക്കേഴ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്താലും ആ നെറ്റ്വർക്കറിന് തോന്നണം, ഞാൻ ഇതിന്റെ ബിസിനസ് പ്രൊമോഷൻ ചെയ്യുന്നതോടൊപ്പം ഇതെന്റെ മക്കൾക്ക് കൂടി പഠിക്കൽ ആവശ്യമായതാണ് എന്നും ഓരോ ക്ലാസ്സിലും ഇതിന്റെ റീപർച്ചേസിങ്, ക്ലാസ് ട്യൂഷൻ എനിക്ക് ആവശ്യമാണ് എന്നുമുള്ള ബോധം
ഒരു കസ്റ്റമറുടെ മുമ്പിൽ അവതരിപ്പിച്ച് വിശ്വാസത്തിലെടുത്ത് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നിടത്താണ് നമ്മുടെ പ്രോസ്പെക്റ്റിംഗ് റിയലി വിജയകരമാകുന്നത്. അത് വിജയകരമാവാനുള്ള കൃത്യമായ അവതരണവും ഓരോരുത്തരോടും വളരെ കൃത്യമായി പറയേണ്ട പല പോയിന്റ്സുകളും ഉണ്ടാവുമെങ്കിലും ആ വ്യക്തികൾക്കനുസരിച്ച് നമ്മുടെ പ്രോസ്പെക്റ്റിംഗ് സ്റ്റൈല് മാറുമെങ്കിലും നിർബന്ധമായും എല്ലാവരോടും പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ആണ് എന്നതും റെഗുലർ എഡ്യൂക്കേഷന്റെ സപ്പോർട്ടാണ് എന്നതും പുതിയ കാലത്ത് സ്കൂളിംഗ് പ്ലസ് ട്യൂഷൻ പ്ലസ് എഡ്യു ആപ്പ് എന്നതാണ് പുതിയ കാലത്തിന്റെ ലേണിംഗ് കൾച്ചർ എന്നതും നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രധാനമായ 5 USP എന്താണ് എന്നതും ആളുകൾക്കനുസരിച്ച് നമ്മുടെ പ്ലാനിലും സംസാരത്തിലും ഒക്കെ മാറ്റമുണ്ട് എങ്കിലും ഇത് നിർബന്ധമായും നമ്മൾ എല്ലാവരോടും സംസാരിക്കേണ്ട വിഷയമാണ്. ആ രീതിയിൽ നമ്മൾ ഒരു പ്രാക്ടീസിന് തയ്യാറാവുക. എന്തിനാണ് പ്രാക്ടീസ്? ഒരു കസ്റ്റമറുടെ മുൻപിൽ എത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ എങ്ങനെയാണ് എന്ന് സെൽഫ് പ്രിപ്പറേഷന് തയ്യാറാവുക. നമ്മളത് സ്വയം പ്രാക്ടീസ് ചെയ്യുക. എന്റെ പ്രോസ്പെക്റ്റിംഗ് കറക്റ്റ് ആണോ? ഞാൻ നടത്തുന്ന ഈ പ്രോസ്പെക്റ്റിംഗിൽ എന്റെ മുൻപിലുള്ള ഓഡിയൻസിനോട് അതൊരു ഇൻഡിവിജ്വൽ ആവട്ടെ, ടീം ആവട്ടെ, ഒരു ഫാമിലി ആവട്ടെ, ഒരു ഗ്രൂപ്പ് ആവട്ടെ, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റും വിടാതെ പ്രസന്റേഷൻ സാധ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. താങ്ക് യു ഓൾ.